നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി SFIO കണ്ടെത്തിയെന്ന് കേന്ദ്രം. ഡൽഹി ഹൈക്കോടതിയിൽ SFIO റിപ്പോർട്ട് നൽകി. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വെല്ലുവിളിയെന്ന് റിപ്പോർട്ടിൽ. ഔദ്യോഗിക പേജിലെ ഇൻബോക്സിൽ നിന്ന് താൻ അറിയാതെ ഫയലുകൾ നീക്കിയെന്ന് N. പ്രശാന്ത് IAS. വായ്മൂടി കെട്ടി നടക്കാൻ സൗകര്യമില്ല എന്ന് അമൃത ടിവിയുടെ അഭിമുഖം ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് മടക്കി വിജിലൻസ് ഡയറക്ടർ. കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷം. സമരം ചെയ്ത വൈദികരെ പോലീസ് നീക്കി. നാളെ രാവിലെ സമവായ ചർച്ച. ബിഷപ്പ് ബോസ്കോ പുത്തൂർ സ്ഥാനമൊഴിഞ്ഞു. ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ചുമതല. ജിദ്ദയിൽ നിയമം ലംഘിച്ച 227 വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ആരോഗ്യ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തൽ. സ്ഥാപനങ്ങൾക്ക് പിഴയും ചുമത്തി. കണ്ടെത്തിയത് 10,560 നിയമലംഘനങ്ങൾ. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. +2 വിദ്യാർത്ഥി ഉൾപ്പെടെ 20 പേർ അറസ്റ്റിൽ. SC/ST വകുപ്പ് പ്രകാരവും കേസ്. 62 പ്രതികളിൽ 42 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പ്രിയ ഗായകൻ P. ജയചന്ദ്രന് യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ചേന്നമംഗലം പാലിയം തറവാട്ടിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്രം. SFIO അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. കേന്ദ്രവും ആദായ നികുതി വകുപ്പും ദില്ലി ഹൈക്കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയെന്ന് വാദങ്ങളിൽ ചൂണ്ടിക്കാട്ടി. ബോർഡ് ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ല എന്ന വാദം നിലനിൽക്കില്ല. നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാവും എന്ന ആദായ നികുതി വകുപ്പും വ്യക്തമാക്കുന്നു. സസ്പെൻഷൻ കാലാവധി നീട്ടിയ സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി N. പ്രശാന്ത് IAS. വായ്മൂടി കെട്ടി നടക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അമൃത ടിവിയുടെ അഭിമുഖം ചൂണ്ടിക്കാട്ടി FB പോസ്റ്റ്. ഇതുവരെ പറയാതിരുന്ന പലതും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും N. പ്രശാന്ത് വ്യക്തമാക്കുന്നു. തന്റെ ഔദ്യോഗിക പേജിൽ കയറി ഇൻബോക്സിലെ ഫയലുകൾ താൻ അറിയാതെ നീക്കം ചെയ്ത കുറ്റകൃത്യങ്ങൾ വരെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുണ്ട് എന്നും അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. IASന്റെ സസ്പെൻഷൻ കാലാവധി 120 ദിവസം കൂടി നീട്ടിയ സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അതേസമയം K. ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ നടപടി അവസാനിപ്പിച്ച് തിരിച്ചെടുക്കുകയും ചെയ്തു. N. പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകാതെ പകരം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ കാലാവധി സർക്കാർ നീട്ടിയത്. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുകയാണ് N. പ്രശാന്ത്. ഭയന്ന് പിന്നോട്ടില്ലെന്നും വായ് മൂടിക്കെട്ടി നടക്കാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കി അമൃത ന്യൂസിന് നൽകിയ അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് N. പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് പറയാനുള്ളതും ഇതുവരെ പറയാതിരുന്ന ചിലതും അമൃത ന്യൂസിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അഭിമുഖത്തിന്റെ ലിങ്കും FBയിൽ പങ്കുവച്ചിട്ടുണ്ട്. തന്റെ ഔദ്യോഗിക പേജിൽ കയറി ഇൻബോക്സിലെ മെയിലുകൾ താൻ അറിയാതെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വരെ N. പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഇൻബോക്സിൽ കിടക്കുന്ന ഒരു ഫയലിൽ ഞാൻ അഭിപ്രായം എഴുതുന്നതിന് മുമ്പേ ബാക്ക് എൻഡിൽ നിന്ന് പുള്ള് ചെയ്യാൻ വേണ്ടി നിയമവിരുദ്ധമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടുണ്ടാവുക? എന്തിനായിരിക്കും? എൻ്റെ നോട്ട് എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ഫയൽ റൂട്ടിംഗ് സിസ്റ്റം മിനിസ്റ്റർ അപ്രൂവ് ചെയ്തിട്ടുള്ള റൂട്ടിംഗ് ആണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് മാനുവൽ പ്രകാരമുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് ഒരു നോട്ട് അടിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥന് ഫയൽ റൂട്ടിംഗ് മാറ്റാൻ സാധിക്കുമോ? പറ്റില്ല. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻബോക്സിൽ കിടക്കുന്ന ഒരു ഫയൽ ഇല്ലീഗലി IT ആക്ട് വയലേറ്റ് ചെയ്തിട്ട് പുള്ള് ചെയ്തിരിക്കുകയാണ്.
ഉന്നതിയിലെ ഫയലുകൾ മടക്കി നൽകിയില്ല എന്ന് വ്യാജ വാർത്ത നൽകുകയും എന്നാൽ മടക്കി നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടും ആ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത്. ഭരണഘടന പൗരന് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഊന്നിയാണ് താൻ വിമർശനം ഉന്നയിക്കുന്നതെന്നും അതിനെ തടയിടാനാകില്ല എന്നും ആവർത്തിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കി. കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യം. ADGP MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന് കാട്ടി PV അൻവർ MLA ആയിരുന്നു വിജിലൻസിന് പരാതി നൽകിയത്. കവടിയാർ കൊട്ടാരത്തിന് സമീപം 3 നിലകളുള്ള ബംഗ്ലാവ് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉന്നയിച്ചത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇക്കാര്യം അന്വേഷിച്ച് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്താണ് താൻ വീട് നിർമ്മിക്കുന്നതെന്നും ഇക്കാര്യം സർക്കാരിനെ കൃത്യസമയത്ത് ബോധിപ്പിച്ചിട്ടുണ്ടെന്നും ബാങ്ക് രേഖകൾ സഹിതം MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താനായില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വ്യക്തത തേടിയിരിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ കൂടുതൽ രേഖകൾ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി വിജിലൻസ് ഡയറക്ടർ കൂടുതൽ ചർച്ച നടത്തും. അതിനുശേഷമാകും റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ ബറ്റാലിയൻ ADGP ആയിരിക്കുന്ന MR അജിത് കുമാർ ഈ മാസം 18 വരെ അവധിയിലാണ്. അതുവരെ പോലീസ് ആസ്ഥാനത്തെ ADGP S ശ്രീജിത്തിന് ബറ്റാലിയന്റെ ചുമതല നൽകി DGP കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. MR അജിത് കുമാറിനെ DGP ആക്കി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തതും വിവാദമായിരുന്നു. വിജിലൻസ് അന്വേഷണം സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകില്ല എന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റി മന്ത്രിസഭയ്ക്ക് ശുപാർശ നൽകിയിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചു. മാർ ബോസ്കോ പുത്തൂർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സിനഡ് കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ എറണാകുളം കളക്ടറേറ്റിൽ ചർച്ച നടക്കും. ഇന്ന് നടന്ന സമവായ ചർച്ച പരാജയപ്പെട്ടിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷവും സംഘർഷമുണ്ടായി. വൈദികരും വിശ്വാസികളും അതിരൂപത കേന്ദ്രത്തിന്റെ ഗേറ്റ് കള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. പ്രതിഷേധത്തിനിടെ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തു. വൈദികരെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പ്രതിഷേധമുയർത്തിയത്. അതേസമയം വിമത വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയുമായി സിറോ മലബാർ സഭ സിനഡ് രംഗത്തെത്തി. ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം ചെയ്ത വിമത വൈദികരായ 6 പേരെ സഭ സസ്പെൻഡ് ചെയ്തു. 15 വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സമരം ചെയ്ത 6 വൈദികർക്ക് കുർബാന ചൊല്ലുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭ സിനഡാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇതിനിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനായി ADM ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. വിമത വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദികരെ വിട്ടയച്ചെങ്കിലും തങ്ങളെ റിമാൻഡ് ചെയ്യണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് രൂപത ആസ്ഥാനത്തേക്ക് തള്ളിക്കയറിയവരെ പോലീസ് മർദ്ദിച്ചു. നാളെ രാവിലെ കളക്ടറേറ്റിൽ വീണ്ടും ചർച്ച നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. നാടിന്റെ ജലസ്രോതസ് വരെ ഇല്ലാതാകുന്ന രീതിയിലുള്ള മണ്ണെടുപ്പ് തുടരുന്നതോടെ വലിയ ആശങ്കയിലാണ് കോഴിക്കോട് പൊഴിക്കാവിലെ ജനങ്ങൾ. പൊടിമൂല്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികളെ പ്രധാനമായും അലട്ടുന്നത്. വെള്ളമില്ലായ്മ വേറെയും. മണ്ണുമായി ടോറസ് ലോറികൾ ഉൾപ്പെടെ വന്നു പോകുന്നതോടെ റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ്. അശാസ്ത്രീയമായ മണ്ണെടുക്കൽ മൂലം ഇല്ലാതാകുന്നത് പോഴിക്കാവ് കുന്ന് മാത്രമല്ല, പ്രദേശവാസികളുടെ ആരോഗ്യം കൂടിയാണ്. കഴിഞ്ഞ 9 മാസമായി പൊടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് പോഴിക്കാവിലെ പ്രദേശവാസികളിൽ പലരും. ആദ്യം എൻ്റെ മോനൊരു ശ്വാസം മുട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും ഇപ്പോൾ അലർജീൻ്റെ കംപ്ലൈൻറ്റ് വന്നതാ ഈ പൊടി കാരണം. നാൽക്കാലിക്ക് വരെ സൗകര്യമില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ നായൊക്കെ അനുസരിച്ച് കുറേ അടുപ്പിച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ ചാടിക്കളിക്കുക ചെയ്യാം. എന്നിട്ട് അതിനെ ചുറ്റും മറിച്ച് വെച്ചാലും ഇതില്ല, അത്രയും പൊടി കൊണ്ടുള്ളത്. ഈ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോയാൽ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. മഴ പെയ്താൽ പിന്നെ ഇവിടെ ചളിക്കുളമായി മാറും.
പരിസരത്തെ വീടുകളിലേക്കടക്കം പൊടിയെത്തുന്നതോടെ കിണറുകളിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. കൂടാത്തതിന് കിണറിലെ വെള്ളവും വറ്റി തുടങ്ങിയെന്നും പ്രദേശവാസികൾ പറയുന്നു. നല്ലതായിട്ട് വെള്ളമുള്ള കിണറുകളായിരുന്നു. ഇപ്പോൾ ഈ മല ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വെള്ളത്തിനൊക്കെ. ഈ മഴ നന്നായിട്ട് പെയ്തല്ലോ നാളൊക്കെ, അപ്പോൾ കിണറിലേക്ക് ചാളി ഇറങ്ങിയിട്ട് ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് പോയി. ഏറ്റവും വലിയ വാട്ടർ ടാങ്കായ ഈ മലയിൽ മഴക്കാലത്ത് സംരക്ഷിക്കപ്പെടുന്ന വെള്ളമാണ് ഇവിടെയുള്ള കിണറുകളിലേക്കും മറ്റും കിനിഞ്ഞിറങ്ങുന്നത്. കുന്നിടിക്കുന്നതിന്റെ പരിണിത ഫലമായി ഇവിടെ ഉരുൾപൊട്ടലിന് വരെ സാധ്യതയുണ്ടെന്ന് പൗരാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ PA പൗരൻ പറഞ്ഞു. ഇത് ഏറ്റവും വലിയ വാട്ടർ ടാങ്കാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കപ്പെടുകയാണ് മഴക്കാലത്ത്. ആ വെള്ളം മഴക്കാലം കഴിയുമ്പോൾ കിനിഞ്ഞിറങ്ങുകയാണ് ചെയ്യുന്നത്, പെർക്കുലേറ്റ് ചെയ്യുകയാണ്. ആ പെർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പുഴകളിലും ഇവിടെയുള്ള തോടുകളിലും കിണറുകളിലും അതേമാതിരി ചെറിയ അരുവികളിലുമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും, പെർപ്പച്വലായിട്ട് ഫ്ലോ ചെയ്യും. അടുത്ത ജൂൺ വരെ അത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പച്ചപ്പ് നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് വലിയൊരു ജനവാസ കേന്ദ്രമാണ്. അവിടെ ഇതേമാതിരി ഒരു ഉയർന്ന പ്രദേശത്ത് മണ്ണിടിച്ചിൽ നടത്തിയാൽ അടുത്ത മഴക്കാലത്ത് ഉറപ്പായിട്ടും മണ്ണെല്ലാം കൂടി ഒന്നിച്ച് അല്ലെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന പാറയും മണ്ണും കൂടി ഒലിച്ചിറങ്ങി താഴേക്ക് വരികയും ഈ വീടുകളിൽ അധിവസിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന സംഭവങ്ങളുണ്ടാകാം. പുതുതലമുറ കൂടി ഈ ദുരിതം പേറാതിരിക്കാൻ അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ 5 പേർ ഉൾപ്പെടെ കേസിൽ 14 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. പിടിയിലായ പ്രതികളിൽ +2 വിദ്യാർത്ഥിയും മത്സ്യക്കച്ചവടം നടത്തുന്ന സഹോദരങ്ങളും ഉൾപ്പെടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 62 പേരിൽ 42 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലൂടെയാണ് പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്. ഈ മൊബൈലിൽ പ്രതികളുടെ നമ്പറുകൾ സേവ് ചെയ്തു വച്ചത് പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കൂടാതെ പെൺകുട്ടി ഡയറിയിൽ പ്രതികളുടെ പേര് വിവരങ്ങൾ എഴുതി വച്ചതും അന്വേഷണത്തിന് സഹായകമായി. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. 2 സ്റ്റേഷനുകളിലെ 5 കേസുകളിലായി 14 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. പിടിയിലായ പ്രതികളിൽ +2 വിദ്യാർത്ഥിയും മത്സ്യക്കച്ചവടം നടത്തുന്ന സഹോദരങ്ങളും ഉൾപ്പെടുന്നു. പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിംഗിൽ തനിക്കുണ്ടായ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ കൗൺസിലർമാരെ കുട്ടി അറിയിക്കുകയായിരുന്നു. തുടർന്ന് CWC ഇടപെട്ട് കൗൺസിലിംഗിന് വിധേയമാക്കി. നിരവധി ആളുകൾ പീഡിപ്പിച്ചതായുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സ് മുതൽ നിരന്തര പീഡനത്തിന് ഇരയായതായാണ് ഇപ്പോൾ 18 വയസ്സുള്ള പെൺകുട്ടിയുടെ മൊഴി. കുട്ടിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം കൂടുതൽ കേസുകൾ എടുത്തേക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം പീഡന കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള മഹിളാ സംഘം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രിയ ഗായകൻ P. ജയചന്ദ്രന് വിട നൽകി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേന്നമംഗലം പാലിയത്തെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും മലയാളത്തിന്റെ ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം രാവിലെ 7:30യോടെയാണ് പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് P. ജയചന്ദ്രന്റെ മൃതദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. 100 കണക്കിന് ആളുകളാണ് ജയചന്ദ്രനെ അവസാനമായി കാണാൻ പാലിയത്തേക്ക് എത്തിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും സ്വാമി അനഘാമൃതാനന്ദപുരി, ഡോക്ടർ ജഗ്ഗുസ്വാമി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ജയചന്ദ്രന്റെ ഓർമ്മയ്ക്കായി ചേന്ദമംഗലത്ത് സ്മാരകമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മലയാളി ഉള്ള കാലത്തോളം ഈ ഗാനങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടാണ് ജയേട്ടൻ യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ സമുചിതമായ ഒരു സ്മാരകം ചേന്ദമംഗലത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. മന്ത്രിമാരായ സജി ചെറിയാൻ, MP രാജേഷ്, R ബിന്ദു എന്നിവർ പാലിയത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രായം എന്നത് സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു ജയചന്ദ്രൻ എന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ ഓർമ്മിച്ചു. പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ പ്രായമേറും തോറും തേൻ പോലെ മധുരിക്കുന്ന വോയിസാണ്. അപ്പോൾ അനിവാര്യത, ഈ വേർപാടെന്ന് പറയുന്ന അനിവാര്യത അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ചേരുന്നതല്ല എന്നെനിക്ക് തോന്നുന്നു. ഇനിയും പാടേണ്ടത് തന്നെയാണ് അദ്ദേഹം. വൈകിട്ട് നിശ്ചയിച്ച സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ നടത്തി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മകൻ ദിനനാഥൻ ചിതയ്ക്ക് തീ കൊളുത്തി. നൂറുകണക്കിന് സംഗീത പ്രേമികളുടെ പ്രാർത്ഥനകളോടെയാണ് മരണമില്ലാത്ത ഗാനങ്ങൾ അവശേഷിപ്പിച്ച് ജയചന്ദ്രൻ പാലിയത്തിന്റെ മണ്ണിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൽ നിർണായക ഘട്ടം പിന്നിട്ട് ISRO. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 500 നിന്ന് 230 മീറ്ററാക്കി കുറച്ചു. കഴിഞ്ഞ പരിശ്രമത്തിൽ ഈ ഘട്ടത്തിലായിരുന്നു ഇസ്രോ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത്. അടുത്ത ഘട്ടം ISROയ്ക്ക് അതീവ നിർണായകമാണ്. 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം 30 മീറ്ററിലേക്ക് കുറയ്ക്കുകയാണ് ഇനി മുന്നിലുള്ള വെല്ലുവിളി. ISROയുടെ ചരിത്രത്തിലെ ആദ്യ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമാണ് സ്പേസ്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ CPIക്ക് വിമർശനം. CPMന്റെ തണലിൽ വളരുകയും പ്രതിസന്ധി ഘട്ടത്തിൽ CPMനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടാണ് CPIയുടേത് എന്ന് പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള CPI വകുപ്പുകളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ പേരിൽ സർക്കാരാകെ പഴികേൽക്കുന്നു. ഇത്തരം വസ്തുതകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ്. ചില മാധ്യമങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളെന്നും പ്രതിഭ MLA ചർച്ചയിൽ പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദയുടെ ഭാഗമായിട്ടുള്ള അൽ ഹുദ മദ്രസയുടെ 35ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അൽ ഹുദ എക്സ്പോയ്ക്ക് ഇന്ന് സമാപനം. വൻ ജനപങ്കാളിത്തം കൊണ്ട് എക്സ്പോ ഏറെ ശ്രദ്ധ നേടി. ജിദ്ദ സറഫിയ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിൽ 3 ദിവസങ്ങളായി നടന്നുവരുന്ന അൽ ഹുദ എക്സ്പോ വിവിധ പരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. മനുഷ്യപ്പിറവിയുടെ ആരംഭം മുതൽ മരണം വരെയുള്ള വഴികൾ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സലാഹ് കാരാടൻ. എക്സ്പോ വ്യത്യസ്ത സ്റ്റാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകതയുള്ളത് കണ്ണില്ലാത്തൊരു വ്യക്തി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവ ചരിത്രം തുടക്കം മുതൽ 63 വയസ്സ് വരെയുള്ള ജീവിത ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എക്കോ എക്സ്പോ, ഹ്യൂമൻ മിറാക്കിൾ, ഗോൾഡൻ ഏജ്, ദി ലൈഫ് എക്സ്പോ, ഖുർആൻ മിറാക്കിൾ, ആസ്ട്രോണമി തുടങ്ങി വ്യത്യസ്ത പഠന വിനോദ വിഷയങ്ങൾ എക്സ്പോയുടെ ഭാഗമായിരുന്നു. സ്ത്രീകളുടെ മയ്യത്ത് പരിപാലനവും പ്രവാചക ജീവിതഘട്ടങ്ങളും കാഴ്ച എന്ന പേരിൽ ഒരുക്കിയ ഇരുട്ടുമുറിയും ഓരോന്നും സന്ദർശകരെ ചിന്തിപ്പിക്കുന്നതും അത്ഭുതകരമായ ലോകത്തേക്ക് ക്ഷണിക്കുന്നതുമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് മർസൂഖ് അൽ ഹാരിത്തി, മഹ്മൂദ് അൽ ഷിംറി എന്നിവർ ചേർന്ന് എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഇസ്ലാഹി സെന്റർ ഭാരവാഹികളായ അബ്ദുൽ ഗഫൂർ വളപ്പൻ, ഷക്കീർ ബാബു, സലാഹ് കാരാടൻ തുടങ്ങിയവർ എക്സ്പോയ്ക്ക് നേതൃത്വം നൽകി. സുൽഫിഖർ ദോയ്, അമൃത ന്യൂസ്, ജിദ്ദ. ജിദ്ദയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ മാസം നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകൾക്കിടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 227 വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. സ്ഥാപനങ്ങളുടെ ഭാഗത്ത് 10,560 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഹെൽത്ത് കാർഡ് ഇല്ലാതിരിക്കൽ, ഹെൽത്ത് കാർഡ് പുതുക്കാതിരിക്കൽ, ഭക്ഷ്യവസ്തുക്കൾ മോശം രീതിയിൽ സൂക്ഷിക്കൽ, ആരോഗ്യ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കൽ എന്നീ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഈ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബൂഫിയകൾ, സലൂണുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ലോണ്ടറികൾ അടക്കമുള്ള 15,370 സ്ഥാപനങ്ങളിലും 7,366 മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് കഴിഞ്ഞ മാസം പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. ചരിത്രപ്രസിദ്ധമായ മുബാറക്കിയ ഓൾഡ് മാർക്കറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജഹറ, അഹമ്മദ് എന്നിവിടങ്ങളിൽ പൈതൃക വിപണികൾ സ്ഥാപിക്കാനുള്ള പദ്ധതി കുവൈറ്റ് സർക്കാർ പ്രഖ്യാപിച്ചു. ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് എന്നിവർ ഊന്നിപ്പറയുന്ന ഈ പദ്ധതി കുവൈറ്റിന്റെ സാംസ്കാരിക ഐഡന്റിറ്റി സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ജഹ്റയിലെ ചരിത്ര സ്ഥലമായ റെഡ് പാലസ് സന്ദർശിച്ചപ്പോൾ ജഹ്റയിലും അഹമ്മദയിലും മുബാറക്കിക്ക് സമാനമായ പൈതൃക വിപണികൾ സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ ഉദ്ദേശം ആഭ്യന്തരമന്ത്രി പങ്കുവച്ചു. 200 വർഷത്തിലേറെയായി സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ മുതൽ പുരാതന വസ്തുക്കളും പരമ്പരാഗത പുരാവസ്തുക്കളും വരെ വൈവിധ്യമാർന്ന സാധനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ഇത്.
കുവൈറ്റിൽ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സേവനങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ആശുപത്രി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അബാദി. ഫിസിക്കൽ മെഡിസിൻ, മെഡിക്കൽ റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സ്പെഷ്യാലിറ്റി സമഗ്ര ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ആധുനിക ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വിട്ടുമാറാത്ത രോഗങ്ങളുടെ വർധനവും ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ കടകളുടെയും പരസ്യങ്ങളുടെയും ലൈസൻസ് പരിശോധിക്കുന്നു. പരിശോധനാ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതായി പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് എതിരെ എല്ലാ മേൽനോട്ട നടപടികളും സ്വീകരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സംവിധാനങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ക്യാമ്പയിൻ ഈ മാസം മുഴുവൻ തുടരും. ഫർഫാനിയ ഗവർണറേറ്റിലെ രണ്ടാമത്തെ ഫീൽഡ് ക്യാമ്പയിൻ നടത്തിയതായി മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. മാർക്കറ്റുകളിലെയും മാളുകളിലെയും നിരവധി കടകളിൽ ഫീൽഡ് പരിശോധന നടത്തുകയും അവ സംബന്ധിച്ച ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാതെ പരസ്യ ലൈസൻസ് പുതുക്കാതിരിക്കൽ തുടങ്ങി 22 നിയമലംഘനങ്ങൾ പ്രത്യേക പരിശോധനാ സംഘം കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. ശരണാമൃതം co-powered by ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മകരവിളക്ക് ഉത്സവത്തിന് 3 നാൾ മാത്രം ബാക്കി നിൽക്കെ തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ശക്തമാക്കാനും ക്രമീകരണങ്ങളുമായി അധികൃതർ. മകരവിളക്ക് വരെ 2.5 ലക്ഷം പേർക്ക് മാത്രമായി പ്രവേശനം ചുരുങ്ങും. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര നാളെ പുറപ്പെടും. ദർശനത്തിനായി 80,000 പേർക്ക് പ്രവേശനം നൽകിയിരുന്ന ശബരിമലയിൽ മകരവിളക്ക് ഉത്സവകാലത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഓരോ ദിവസവും 10,000 വെച്ച് കുറയ്ക്കുവാനാണ് തീരുമാനം. ഞായറാഴ്ച 60,000, തിങ്കളാഴ്ച 50,000, മകരവിളക്ക് ദിവസമായ ചൊവ്വാഴ്ച 40,000 എന്നിങ്ങനെയാണ് വെർച്വൽ ക്യൂവിലൂടെ ഇനി പ്രവേശനം. സ്പോട്ട് ബുക്കിംഗ് 10,000-ൽ നിന്നും പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. മകരവിളക്ക് ദിവസം 1000 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗിലൂടെ പ്രവേശനം നൽകൂ. നിലവിൽ മല കയറിയെത്തുന്നവരിൽ ഭൂരിഭാഗവും മകരവിളക്ക് ദർശിക്കാൻ മലയിൽ തന്നെ തങ്ങുകയാണ്. പാണ്ടിത്താവളത്തിലും പരിസരങ്ങളിലുമായി ഇവർ പർണശാലകൾ കെട്ടി വിരിവയ്ക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. നാളെയും മറ്റന്നാളും കൂടി ഇത്തരത്തിൽ ഭക്തരെത്തുന്നതോടെ സന്നിധാനത്ത് തിരക്കിരട്ടിയാകും. പമ്പ ഹിൽ ടോപ്പിൽ നാളെ മുതൽ മകരവിളക്ക് കഴിയും വരെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കില്ല. അതേസമയം കാനനപാത അടയ്ക്കാനുള്ള അധികൃതരുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് കാനനപാത കടക്കാമെന്ന് അധികൃതർ അറിയിച്ചു. അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ളൽ സംഘം 13-ന് പമ്പയിലെത്തും. പമ്പാസദ്യയും പമ്പാവിളക്കും കഴിഞ്ഞാകും പേട്ടതുള്ളൽ സംഘങ്ങൾ സന്നിധാനത്തേക്ക് എത്തുക. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും നാളെ പുറപ്പെടും. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി കാൽനടയായി ശബരിമലയിലേക്ക് എത്തിക്കുക. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള രാജപ്രതിനിധി തൃക്കേട്ട തിരുനാൾ രാജരാജവർമ്മ ഘോഷയാത്രയെ അനുഗമിക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ആചാരപ്പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെയും പിതൃസ്ഥാനീയരായ ആലങ്ങോട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷവും നടന്നു. ആയിരങ്ങളാണ് പേട്ടതുള്ളലിന് സാക്ഷ്യം വഹിച്ചത്. ജനസാഗരത്തിന്റെ കാത്തുനിൽപ്പിന് വിരാമമിട്ട് 11:15 ആകാശത്ത് കൊച്ചമ്പലത്തിലും വാവർപ്പള്ളിക്കും മുകളിലായി കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നു. തുടർന്ന് കൊച്ചമ്പലത്തിൽ തിടമ്പ് പൂജിച്ച് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു. തിടമ്പേറ്റിയ ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വാവരുപള്ളിയിലെത്തിയ അമ്പലപ്പുഴ പേട്ടസംഘം സമൂഹ പെരിയാൻ എൻ ഗോപാലകൃഷ്ണപിള്ളയും സംഘത്തെയും ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വാവരുപള്ളി ചുറ്റി സംഘം വലിയ അമ്പലത്തിലേക്ക് നീങ്ങി. വാവരുടെ പ്രതിനിധിയായി TH ആസാദ് താഴത്തുവീട്ടിൽ അമ്പലപ്പുഴ സംഘത്തെ അനുഗമിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിക്ക് ചുവടുവെച്ച് ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആകാശത്ത് വെള്ളി നക്ഷത്രം ഉദിച്ചപ്പോഴാണ് സമൂഹ പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയെന്ന സങ്കല്പത്തിൽ വാവരുപള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങിയത്. ചിന്തുപാട്ടും കാവടിയാട്ടവും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലിന് ശോഭയേറ്റി. നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സമഭാവനയുടെയും ഭക്തിവിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചയായി എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ട പൂർത്തിയാക്കി 13-ന് പമ്പവിളക്ക്, പമ്പാസദ്യ എന്നിവയ്ക്ക് ശേഷമാണ് മല കയറുക. മകരജ്യോതി ദർശിച്ച ശേഷമാകും മടക്കം. അമൃത ന്യൂസ്, കോട്ടയം. മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി മധ്യ തിരുവിതാംകൂറിലെ ഗ്രാമങ്ങളിൽ ആഴിപൂജയും അയ്യപ്പൻ പാട്ടും ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ്. ആചാരപ്പെരുമയിൽ നടക്കുന്ന ചടങ്ങുകൾ കൂട്ടായ്മയുടെ ഗ്രാമീണ അനുഷ്ഠാനം കൂടിയാണ്.
ശരണം വിളികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷം, നാടൊന്നാകെ ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന കാഴ്ച. മധ്യ തിരുവിതാംകൂറിൽ വൃശ്ചികം 1 മുതൽ മകരവിളക്ക് വരെ നടന്നു വരുന്ന ചടങ്ങാണ് അയ്യപ്പൻ പാട്ടും ആഴിപൂജയും. ബ്രാഹ്മമുഹൂർത്തത്തിൽ തുടങ്ങുന്ന ചടങ്ങുകൾ രാവേറെയാകുമ്പോഴാണ് അവസാനിക്കുക. അയ്യപ്പൻ പാട്ടിന്റെ ഈരടികളോടെ ചടങ്ങ് തുടങ്ങും. അയ്യപ്പ കഥയാണ് അയ്യപ്പൻ പാട്ടിന്റെ ഇതിവൃത്തം. ആദിമ ഗോത്രാരാധനയുടെ സമ്പ്രദായങ്ങളിലാണ് ചടങ്ങ് പൂർത്തിയാകുന്നത്. അയ്യപ്പസ്വാമിയും പരിവാരങ്ങളുമടക്കം 11 ദേവതാ സങ്കല്പങ്ങൾക്ക് ഒരുക്കുവെച്ചാണ് ചടങ്ങ് തുടങ്ങുന്നത്. ചിരട്ട, പൂവം, പ്ലാവ് തുടങ്ങിയ ദേവദ്രവ്യങ്ങളാണ് ആഴിക്ക് ഉപയോഗിക്കുക. നായാട്ടോടെയാണ് ചടങ്ങുകളുടെ സമാപനം. പത്തനംതിട്ട തിരുവല്ലയിലുള്ള പെരിങ്ങര മാനവ ഗ്രാമസേവാ സമിതി ഇത്തവണ നടത്തുന്ന അയ്യപ്പൻ പാട്ടും ആഴിപൂജയും മാനവസേവയുടെയും ഭാഗമാക്കുകയാണ്. ചടങ്ങിൽ നിന്നും ലഭിക്കുന്ന ദക്ഷിണ പൂർണ്ണമായും അശരണരുടെ കണ്ണീരൊപ്പാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ക്യാൻസർ ബാധിതരായിട്ടുള്ള നിരവധി ആളുകളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചികിത്സാ പദ്ധതികളും 30ഓളം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, മറ്റ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചെറിയ സഹായങ്ങൾ, ഇതെല്ലാം തന്നെ മാനവ ഗ്രാമസേവാ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവാ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഞാനും നീയും ഒന്നാണെന്ന വേദസാരത്തെ അടയാളപ്പെടുത്തുന്ന ആഴിപൂജയ്ക്ക് സേവനത്തിന്റെ മാനം കൂടി നൽകുകയാണ് മാനവ ഗ്രാമസേവാ സമിതി. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകനായും സഞ്ജു സാംസൺ ഓപ്പണറായും തുടരും. ഋഷഭ് പന്ത് 2020 ടീമിലില്ല. ധ്രുവ് ജൂറൽ രണ്ടാം കീപ്പറാകും. നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ ഇടം നേടി. പരിക്ക് ഭേദമായി മുഹമ്മദ് ഷമിയും തിരിച്ചെത്തി. യശസ്വി ജയ്സ്വാളും ടീമിലുണ്ട്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.